മുത്തഫിഖിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ്. ഖത്താബിന്റെ മകൻ ഉമർ, അതാണ് പേര്. ഇനി ഫാറൂഖ് എങ്ങനെ കിട്ടി? പേരങ്ങനെയല്ലായിരുന്നു. സ്ഥാനപ്പേരായിട്ട് കിട്ടിയ ഫാറൂഖ് എന്ന പേരെങ്ങനെ കിട്ടി? ആ അപരനാമം എങ്ങനെ കിട്ടി? നീതി എന്ന രണ്ടക്ഷരത്തിന് വേണ്ടിയിട്ട് മുഖം നോക്കാതെ വ്യക്തമായ നീതി നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്ന ഉമറുൽ ഫാറൂഖ്, സത്യത്തിന്റെയും അസത്യത്തിന്റെയും വേർതിരിച്ചറിയാനുണ്ടായിരുന്ന പ്രത്യേകമായ കാഴ്ചപ്പാടിന്റെ ഉടമയായ ഉമറുൽ ഫാറൂഖ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമറുൽ ഫാറൂഖ് തങ്ങള് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പശ്ചാത്തലം നിങ്ങൾ ആലോചിക്കണം. ഹബീബായ പ്രവാചകൻ ഈ വിശുദ്ധമായ ജിഹ്വയെ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശത്തെ, അള്ളാഹുവിന്റെ ദീനിന്റെ സുന്ദരമായ ആദർശത്തെ പറയാൻ തുടങ്ങിയപ്പോൾ പലരും എതിർപ്പുണ്ടായി, പല പ്രശ്നമുണ്ടായി, പല പ്രതിസന്ധി ഉണ്ടായി. അങ്ങനെയാണല്ലോ ഇപ്പോഴും ഉണ്ടാവും. ചിലരൊക്കെ പറയുമ്പോൾ ചിലർക്ക് സുഖിക്കൂല. അതുകൊണ്ട് എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും ഇവിടെ നേടാനും പറ്റൂല. അത് ഇസ്ലാമിന്റെ പാരമ്പര്യമല്ല. ഒരാള്, നിങ്ങൾ ചിന്തിക്കണം, ഒരാളിനെ എല്ലാ ആളുകളും മദ്ഹ് പറയുകയാണ്. ഒരാളിനെ, ഒരു ഉദാഹരണം പറയാ, ഒരാളിനെ പുത്തമ്പാതിയും കൊള്ള ബെറ്ററാ, കൊള്ള ബെറ്ററാ, എല്ലാ ആളുകളും ഒരാളെ കുറിച്ച് മദ്ഹ് പറയുകയാണെങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ ഭാഷ എന്താണെന്നറിയുവോ? അവൻ ഒന്നാം തരം കള്ളനാ. മറിച്ച് സത്യം തുറന്നു പറയുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും, പല ഭാഗങ്ങളിൽ നിന്നും പ്രതിസന്ധി ഏൽക്കേണ്ടി വരും, പല ഭാഗങ്ങളിൽ നിന്നും മുള്ളുകളും കല്ലുകളും ഏൽക്കേണ്ടി വരും, പല അപകീർത്തനങ്ങളുടെ അപഹാസ്യങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നും ഇന്നും അങ്ങനെ തന്നെയാ. അല്ലാഹു തആല യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മുഴുവൻ ഇഖ്ലാസോടെ ഏത് സംഘടനക്കാരനാകട്ടെ, ഇഖ്ലാസോടെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണോ അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തിൽ ഒന്ന് ചിന്തിക്കണം. ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രംഗം. ഈ പറയപ്പെട്ട പ്രവാചകൻ രഹസ്യമായിട്ടായിരുന്നു ആ സമയത്ത്, പ്രതിസന്ധികളുടെ സമയത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചാരണം അതീവ രഹസ്യമായിട്ടായിരുന്നു. അവിടുത്തെ മീറ്റിംഗ് അല്ല, രഹസ്യം. നോക്കുമ്പോൾ പ്രതഭാഗത്ത് വലിയ കരുത്തരായ കാട്ടാള കൂട്ടന്മാർ വലിയ യോഗം കൂടുകയാണ്. എന്താ യോഗത്തിന്റെ പ്രമേയം? എന്താ? മുഹമ്മദിനെ കൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രകാശം നശിപ്പിച്ചേ പറ്റൂ. ഈ പ്രകാശം ബഹുദൈവ ആരാധന പാടില്ലാതെ തെറ്റാണ്. ലോകത്തിന്റെ അധിപൻ ഒന്നേയുള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏകനായ ഇലാഹിനെ ആരാധിക്കണമെന്ന് പറയുന്ന മുഹമ്മദിനെ തച്ചുടക്കണം എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് കൂടുകയാ. എന്നിട്ട് പറയുന്നു, ആരാ മുഹമ്മദിന്റെ തലയെടുക്കാൻ കരുത്തുറ്റ ആള് 100 ചുവന്നൊട്ടകം സമ്മാനമായിട്ട് തരാം. ഇനാം 100 ചുവന്നൊട്ടകം എന്നൊക്കെ പറഞ്ഞാല് എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ വലിയ വലിയ സീരിയസ് ഉള്ള ഒടിയും BMW ബെൻസും ജാഗ്വാറും അങ്ങനെയുള്ള വണ്ടികളെക്കാളൊക്കെ വിലയാ ഒരെണ്ണത്തിന്. അന്നത്തെ വില അങ്ങനെയുള്ള 1-2 അല്ല, 100 എണ്ണം, 100 ചുവന്നൊട്ടകം എന്നൊക്കെ പറഞ്ഞാല് അത് പറയാൻ പറ്റാത്ത വലിയ സമ്പത്താണ്. അങ്ങനെയുള്ള ഓഫറാണ്. ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ സടകുടഞ്ഞ് ഒരാളങ്ങ് എഴുന്നേറ്റു. ആരാത്? ഉമറുൽ ഫാറൂഖ്. അങ്ങ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഓക്കെ ഞാൻ റെഡി. അവിടുത്തെ അറിയപ്പെട്ട വാള് ഉറയിൽ നിന്നും വലിച്ചൂരുകയാ. മിന്നിത്തിളങ്ങുന്ന വാൾ ഊരിക്കൊണ്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. വലിയ ധീരനാ എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ധീരനാ. ആ ഉമർ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ആ ഉമർ എന്താടാ എന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാൻ മക്കയിൽ അന്നാരുമില്ല. ആ ഉമർ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ആ കാര്യം വളരെ ഭംഗിയായിട്ട് അങ്ങ് നിറവേറ്റും. അതിനപ്പുറം ഒരു അഭിപ്രായം ആരും പറയൂല. ആ ഉമർ മുൻനിരയിൽ നിന്നാൽ പിന്നെ പിൻനിരയിൽ എത്ര ആള് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമില്ല. ഉമർ ഒറ്റയ്ക്ക് പോരാടാൻ കഴിവുള്ള, വളരെ ജാഗ്രതയുള്ള, കഴിവും മികവും തന്റെ ഇടവും ഊർജ്ജസ്വലതയും ചോരത്തിളപ്പും എല്ലാ നിലക്കുമുള്ള കഴിവുകളും മേളിച്ച ഒരാളായിരുന്നു. പക്ഷേ മുസ്ലിം ആയിരുന്നില്ല. ആ സമയം കടന്നു പോകുന്നത് എന്തിനാ? ഹബീബായ പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ചുരുക്കി പറയുന്ന വിശാലമായൊരു ചരിത്രമാണ്.
അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നുണ്ട്. പ്രവാചകന്റെ അടുത്ത് സഹാബികളുണ്ട്, തുച്ഛമായ സഹാബി. അവരെഴുന്നേറ്റിട്ട് അള്ളാന്റെ റസൂലിന്റെ ചുറ്റിനും കൂടി എന്നിട്ട് പറഞ്ഞു, ആ വരുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗജപോക്രിയ, ഈ നാട്ടിലെ ഏറ്റവും വലിയ താന്തോന്നിവാസിയെ എന്തും ചെയ്യാത്ത മടിക്കാത്ത ഉമറാ വരുന്നത് നബിയെ, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റവും കാര്യം, ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെ അങ്ങക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് സ്വഹാബികളുടെ പ്രമുഖരായ പലരും പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, വേണ്ട മക്കളെ വേണ്ട, നിങ്ങളങ്ങ് മാറി നിൽക്കണം, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ മുമ്പിൽ നിൽക്കണ്ട, ഉമർ വരട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, ഹബീബായ പ്രവാചകൻ പറയുകയാ, ഉമർ കടന്നു വരട്ടെ, ഉമർ കടന്നു വരട്ടെ, ഉമർ കടന്നു വരട്ടെ, നിങ്ങൾ എല്ലാവരും മാറി നിൽക്ക്, ആരും ഉമറിനെ തടയണ്ട, ഉമർ പറയാനുള്ളത് പറയട്ടെ, ഉമർ ചെയ്യാനുള്ളത് ചെയ്യട്ടെ. ഹബീബായ പ്രവാചകന്റെ ചാരത്ത് വന്ന് നിന്നുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉരുപ്പിടിച്ച വാൾ താഴ്ത്തി വെച്ചുകൊണ്ട് പറയുകയാ, ആലോചിക്കണേ മക്കയിലുള്ള ഖുറൈശികൾ അവസ്ഥ എന്താണെന്നറിയുമോ? ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അവരുടെ ഉറയിൽ നിന്നും വാളൂരിക്കഴിഞ്ഞാൽ ചോരാ വാളിൽ പറ്റാതെ ഉറയിലേക്ക് തിരിച്ചാ വാളിട അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. ഇനി ഒരുപക്ഷെ ആരെയെങ്കിലും വെട്ടാനോ തട്ടാനോ കൊല്ലാനോ കയ്യിൽ വാള് അവസരം കിട്ടിയില്ല എങ്കിൽ സ്വന്തം കൈയെങ്കിലും ജസ്റ്റ് ഒന്ന് ചോരയൊന്നെടുപ്പിച്ചിട്ട് ഒരൽപ്പം ഒന്ന് മുറിച്ചിട്ടല്ലാതെ അതിൽ ചോര പറ്റിച്ചിട്ടല്ലാതെ ഉറയിൽ വെക്കൂല. അങ്ങനെ അത്രയും വലിയ ഭീകരമായ ചിന്തയുള്ളവരായിരുന്നു അന്നത്തെ ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തീവ്രമായ മനസ്സോടെ വന്ന ആ ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാ, നബിയെ, ഞാൻ ഈ ഉരുപ്പിടിച്ച വാളുണ്ടല്ലോ, അത് അങ്ങയെ വെട്ടാനുള്ളതല്ല നബിയെ, അങ്ങയെ ആക്രമിക്കാനുള്ളതല്ല നബിയെ, അങ്ങയുടെ പ്രകാശ പാതക്ക് തടയിടാനുള്ളതല്ല നബിയെ, അങ്ങയെ എതിർക്കുന്നവരെ ആക്രമിക്കാനുള്ളവരാ, അങ്ങയെ എതിർക്കുന്നവരെ തടയാനുള്ളവരോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദീനിലേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കടന്നു വന്നു. 4 കാരണങ്ങളാ ഉമർ തങ്ങൾ കടന്നു വന്നത് എന്ന് ചരിത്രം പറയുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞത് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കടന്നു വന്നപ്പോൾ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ, ആ പ്രകാശത്തിന്റെ പരിമളം ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാ പ്രവാചകരെ സുന്ദരമായ പ്രത്യയ ശാസ്ത്രം, ആരെയും നോവിക്കരുതെന്ന് പറയുന്ന പ്രത്യയ ശാസ്ത്രം, ആരെയും അകാരണമായിട്ട് വേദനിപ്പിക്കരുതേ എന്ന് പറയുന്ന സുന്ദരമായ പ്രത്യയ ശാസ്ത്രം, കറുത്തവനെയും വെളുത്തവനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ണിക്കണമെന്ന് പറയുന്ന അങ്ങയുടെ ഈ വലിയ പ്രത്യയ ശാസ്ത്രം, ലോകത്തിലെ അടിമ ഉടമ വ്യത്യാസമില്ലാതെ, തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ, പാവപ്പെട്ടവൻ പണക്കാരൻ വ്യത്യാസമില്ലാതെ, കറുത്തവൻ വെളുത്തവൻ വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വൈജാത്യങ്ങൾക്ക് അതീതമായി എല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് ചേർത്ത് പിടിക്കുന്ന ഈ സുന്ദരമായ പ്രത്യയ ശാസ്ത്രം, എന്തിനാ നബിയെ ഈ പ്രകാശത്തെ നമ്മൾ മൂടി വെക്കുന്നത് നബിയെ? പുറത്തേക്ക് ഇറങ്ങണം നബിയെ, രഹസ്യമായിട്ടല്ല, നമുക്ക് പരസ്യമായിട്ട് ഇറങ്ങണം നബിയെ, മക്കയുടെ തെരുവോരങ്ങളിൽ ഇറങ്ങണം നബിയെ, അവിടെയുള്ള ബസാറുകളിൽ മുഴങ്ങണം നബിയെ, അവിടെയുള്ള അങ്ങാടികളിൽ മുഴക്കണം നബിയെ. ആലോചിക്കണേ, ഹബീബായ പ്രവാചകൻ വെച്ചോ ശരി വെച്ചോ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനതാ നടന്നു നീങ്ങുകയാ, ചെറിയ ഒരു റാലിയായിട്ട് നടന്നു നീങ്ങുകയാ. തൊട്ടേറ്റവും മുമ്പിലുള്ളതാരാ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. തൊട്ടു പിന്നിലുള്ളത് ആരാണെന്നറിയുവോ? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. തൊട്ടു പിന്നിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ തക്ബീറുകൾ വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുന്ദരമായ തൗഹീദിന്റെ സുന്ദരമായ ധ്വനി മുഴക്കിക്കൊണ്ട് ഓരോ മക്കയുടെ മണൽത്തരികളെയും കിടിലം കൊള്ളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പുളകച്ചാർ
അണിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സുന്ദരമായ പടച്ചവന്റെ പ്രകീർത്തനം കേട്ടുകൊണ്ട് തക്ബീർ കേട്ടുകൊണ്ട് ആ തഹ്ലീൽ കേട്ടുകൊണ്ട് പരിസരത്തുള്ള ആളുകളെല്ലാം ഓടി വരികയാ. ഓടി വന്നുകൊണ്ട് നോക്കുകയാ, ഇത്ര ധിക്കാരമാണോ മുഹമ്മദിന്? ഇതുവരെയും രഹസ്യമായിട്ടല്ലയോ പ്രചരണം നടത്തിയത്, ഇപ്പോൾ പരസ്യമാക്കിയോ? ഇതോടുകൂടി കഴിവിതാ, ഇതോടുകൂടി ഇപ്പോൾ തന്നെ തീർക്കാം, ഇതോടുകൂടി മുഹമ്മദിന്റെ തലയെടുക്കാ. ആളുകളെല്ലാം ഊരിപ്പിടിച്ച വാളുമായി മുമ്പോട്ട് വരുമ്പോ അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ തൊട്ട് പിന്നിലരാ ഒരു വില്ലാളി വീരം നിൽക്കുകയാ. മുന്നോട്ട് വെച്ച കാലുകളെല്ലാവരും പിന്നോട്ട് വലിക്കുകയാ. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ഉമറാണല്ലോ ആ മുഹമ്മദിന്റെ പിന്നിലുള്ളത്, ആ മുഹമ്മദിന്റെ പിന്നിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ സുന്ദരമായിട്ടുള്ള ആ ദാർശനിക ഭാവത്തെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ കരുത്തു പകർന്നോ യുവത്വത്തിന്റെ പ്രതീകമായ ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഇസ്ലാമിന് എന്ത് കരുത്താ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെയും നിങ്ങളുടെയും യുവത്വം കൊണ്ടുണ്ടായിട്ടുള്ളത്. വാളെടുക്കാനല്ല ഞാൻ പറയുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല പറയുന്നത്. അത്രയും ധീരനായ വീരനായ വിജയീഷുവായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ ആധ്യാത്മികമായ അധ്യാപനം കൊണ്ട് മാറ്റിയെടുത്ത സുന്ദരമായ പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉടമയാക്കി മാറ്റിയപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമറുൽ ഫാറൂഖിന്റെ ജീവിതം എത്രയാ മാറിയതെന്നറിയുവോ സഹോദരങ്ങളെ? ഒരിക്കലും മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഖിലാഫത്തിന്റെ സമയം, അവിടുന്ന് ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയം, അവിടുത്തെ ഭരണത്തിന്റെ സമയം, ഒരു സംഘം ആളുകൾ, ബഹുദൈവ ആരാധകരായ ആളുകൾ കടന്നു വരികയാ. ബിംബാരാധകരായ ആളുകൾ കടന്നു വരിക, ബിംബത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ കടന്നു വന്നിട്ട് പറയുന്നു, അല്ലയോ ഖലീഫ ഉമർ, നിങ്ങൾ ഭരിക്കുന്ന ഭരണമാണ്, നിങ്ങൾ ഭരിക്കുന്ന നാടാണ്, ഞങ്ങൾക്ക് വലിയൊരു പരാതി പറയാനുണ്ട്. എന്താണ്? പറഞ്ഞോളൂ. അവർ പറഞ്ഞു, ഞങ്ങളുടെ ബിംബത്തിന്റെ ഒരു മൂക്ക് നിങ്ങളുടെ വിശ്വാസിയായ ഒരാള് കട്ട് ചെയ്തു, മുറിച്ചു. ആരോടാ പറയുന്നത്? ലോകത്തിൽ ഏറ്റവും വലിയ നീതി എന്ന രണ്ടക്ഷരം പരിചയപ്പെടുത്തിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. എന്താ ഉറങ്ങിയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടാ പറയുന്നത്. ഓ മൃതങ്ങളെ ഖലീഫ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരാള് ഞങ്ങളുടെ ബിംബത്തിന്റെ ഒരു മൂക്ക് മുറിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അന്വേഷിച്ചു, ശരിയാണോ? ശരിയാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ പകരത്തിൽ ഞാൻ ഒരു വെള്ളിയുടെ മൂക്ക് ഞാൻ തരാം, ഒരു വെള്ളിയുടെ മൂക്ക് തരാം, അല്ലേ? അതിന്റെ പരിഹാരമായി ഞാനൊരു വെള്ളിയുടെ മൂക്ക് വെച്ച് തരാം. അവർ പറഞ്ഞു, പറ്റൂല, ഞങ്ങൾക്ക് അതൊന്നും പ്രതികാരമായിട്ട് ചെയ്താൽ പറ്റൂല, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊരു സ്വർണത്തിന്റെ മൂക്ക് ഞാൻ വെച്ച് തരാം, പറ്റുമോ? പറ്റൂല. സ്വർണത്തിന്റെ മൂക്ക് വെച്ചാൽ ഞങ്ങൾ അടങ്ങിയിരിക്കൂല. ഉമറുൽ ഫാറൂഖ് തങ്ങള് ഇതൊക്കെ കേട്ട് അവസാനം അടുത്തു നിന്നൊരാളിനോട് പറഞ്ഞു, മോനെ അകത്ത് പോയി ആ വാളിങ് എടുത്തുകൊണ്ട് വാ. പേടിച്ചുപോയി. കാരണം വെള്ളിയുടെ മൂക്ക് വേണോന്ന് ചോദിച്ചു, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. സ്വർണത്തിന്റെ മൂക്ക് വേണോന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താണെന്ന് അവരിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, വാളും കൊണ്ടുവാ. അങ്ങനെ വാള് കൊണ്ടുവന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കയ്യിലങ്ങോട്ട് കൊടുത്തു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ വാളിങ്ങെടുത്തിട്ട് തന്റെ സ്വന്തം മൂക്കിലേക്ക് കൈപിടിച്ചുകൊണ്ട് ആ മൂക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വാളൂങ്ങുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാളൂങ്ങുകയാ. എൻ്റെ മൂക്കിതാ, ഈ മൂക്കുള്ളപ്പോൾ നിങ്ങളുടെ ഒരു ബിംബത്തിന്റെ മൂക്ക് പോയാ, ഈ ഖലീഫ ഉമറിന്റെ മൂക്ക് അതിന്റെ പകരത്തിൽ തരാൻ പോവുകയാ. വാളൂങ്ങിയപ്പോൾ അവരോടി വന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കയ്യിൽ പിടിക്കുകയാ. കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാ, അല്ലയോ ഖലീഫ, ഞങ്ങൾ പൊരുത്തപ്പെട്ടു ഖലീഫ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഖലീഫ? വെറുതെയല്ല സഹോദരങ്ങളെ. 947 പ്രഭാതത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഈ രാജ്യത്ത്, ഈ മതേതര രാജ്യത്ത്, ബഹുസ്വരതയുടെ രാജ്യത്ത്, ഈ സെക്കുലർ രാജ്യത്ത്, ഇതര മതങ്ങളുള്ള രാജ്യത്ത്, മതമുള്ളവനും ഇല്ലാത്തവരുമുള്ള രാജ്യത്ത്, ധാരാളം തിയറികൾ ഒരുമിച്ച് കൂടി സമ്പന്നമായ രാജ്യത്ത്, ഈ രാജ്യത്തിൽ സുഖമമായ ഒരു അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ സുന്ദരമായ
സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം ഇവിടെ മതേതര സ്വഭാവത്തിൽ പൂവണിയണമെങ്കിൽ ഞാൻ ഈ രാജ്യത്തിൽ ആഗ്രഹിക്കുന്ന ഭരണം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായിട്ടുള്ള രണ്ടാമത്തെ ഖലീഫയായിട്ടുള്ള ഉമറിന്റെ ഭരണമാണ് ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വെറുതെയല്ല ചരിത്രം പഠിച്ചതുകൊണ്ടാ ഗാന്ധിജി പറയാനുള്ള കാരണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങള്, അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമുമായിട്ട് നമുക്കെന്താ ബന്ധമുള്ളത്? അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് നമുക്കെന്താ ബന്ധമുള്ളത്? നമുക്ക് അള്ളാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, നമുക്ക് റബ്ബ് തന്ന ആരോഗ്യമുണ്ടല്ലോ, അത് നമ്മുടെ വൈയക്തികമായ വ്യക്തിപരമായ ആത്മീയമായ വിശുദ്ധിക്കെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് പടച്ചവൻ തന്ന ആരോഗ്യം റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ ശിരസൊന്ന് കുനിക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരവും ശിരസൊന്ന് കുനിക്കാൻ നമ്മുടെ ആരോഗ്യം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഞാൻ ദീർഘമായി പറയുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, അള്ളാഹ്